സുധിച്ചേട്ടൻ ഈ സ്റ്റാർ മാജിക് ഒരു പ്രാവശ്യം മൃദുല ആയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ മൃദുല ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഒരു സീൻ എന്തോ ഒരു സ്കിറ്റിൽ എന്തോ ഒരു ഡാൻസിൽ ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണ്, എന്നോട് വന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ നല്ല അടിപൊളി നടിമാരുടെ കൂടെ ഉമ്മ കൊടുക്കുന്ന സീനും അതുപോലെ അനുവിൻ്റെ കൂടെ ഒരു ഡാൻസ്, ഒരു പച്ചത്തീയാണ് നീ എന്ന് പറയുന്നൊരു അതങ്ങനെയും കുറേ ഭാര്യമാര് സ്വന്തം ഭർത്താവ് ഒരു അഭിനേതാവായതുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ഉമ്മ കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതല്ല അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ ചേട്ടൻ മറ്റൊരാളെ ഉമ്മ വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനത്തെ സീനുകൾ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല 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 ഭാര്യ. അത് അത്രയും ഹൃദയവിശാലതയുള്ള ഭാര്യമാരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ മറ്റേ ട്രഡീഷണൽ ആണല്ലോ, നമ്മൾ ഇത്രയും പുരോഗമന ഭാഗത്തിലേക്ക് എത്തിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും രേണുസുധിയാണ് വീണ്ടും നമ്മുടെ വിഷയം. അതുൽ ബ്ലോഗ്സിനെതിരെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് രേണുസുധി വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രേണുസുധിയുടെ വിവരമൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. ഇപ്പോൾ ആൾ ഫുൾ വിവരങ്ങളും അറിയിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ രേണുസുധി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. രേണുസുധിയെ വിഷയമാക്കാനുള്ള കാരണം രേണുസുധിയുടെ പുതിയൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ വന്നു കഴിയുമ്പോൾ റിയാക്ട് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തേ പറ്റൂ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പുള്ളിക്കാരി അതിനകത്ത് നൽകും. അപ്പോൾ പുള്ളിക്കാരി ഈ ഇൻ്റർവ്യൂവിനകത്ത് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് അതുൽ ബ്ലോഗ്സിനെയാണ്. അതിന് മുമ്പത്തെ വീഡിയോയിൽ ഈ ഇൻ്റർവ്യൂവിൽ ഫോക്കസ് ചെയ്തിരുന്ന വീണയാണ്. അതിന് മുമ്പത്തെ വീഡിയോയിൽ ഫോക്കസ് ചെയ്തിരുന്നത് ബിനുവിനെയാണ്. അങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിൻ്റെ പിന്നിൽ ഓരോ അർത്ഥങ്ങൾ പുള്ളിക്കാരിക്കുണ്ട്. അത് ആൾക്കുള്ള മറുപടി പറയുക എന്ന ലക്ഷ്യത്തോടെയാണ് പുള്ളിക്കാരി പല ഇൻ്റർവ്യൂസും കൊടുക്കാറുള്ളത്. അപ്പോൾ അതുൽ ബ്ലോഗ്സിന് കൊടുത്ത ഇൻ്റർവ്യൂ നമുക്കൊന്ന് കാണാം. അതുൽ ബ്ലോഗ്സിനെതിരെ കൊടുത്ത ഇൻ്റർവ്യൂ നമുക്കൊന്ന് കേൾക്കാം. ഒരു സീമയുണ്ട് എന്തിനും, അതിന് കഴിഞ്ഞ് വെറും ഒരു നമ്മുടെ പേഴ്സണൽ കാര്യം തന്നെ കുത്തിപ്പൊക്കി നമ്മുടെ പുറകെ തന്നെ രാവിലെ ഉച്ച വൈകിട്ട് നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ തന്നെ ഒരു ദിവസം 3-4 നേരം എൻ്റെ വീഡിയോസ് തന്നെ ഇടുക. എന്നെ പറ്റി പോട്ടെ, എൻ്റെ പപ്പായെ പറ്റി, എൻ്റെ അമ്മയെ പറ്റി, എൻ്റെ മക്കളെ പറ്റി, എൻ്റെ കുടുംബക്കാരെ പറ്റി, വേറെ കുറേ അയൽപക്കംകാരുടെ വോയിസ്, ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറേ കാര്യങ്ങൾ. അതുൽ ബ്ലോഗ്സിനെയാണ് പറയുന്നത്. അതുൽ ബ്ലോഗ്സ് 1 വീതം 3 നേരം ഗുളിക തിന്നുന്ന പോലെ പുള്ളിക്കാരിക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതുൽ ബ്ലോഗ്സ് ആയാലും നമ്മളായാലും നമ്മളൊക്കെ എടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു സാധനത്തിനെ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ഒരു ബേസിക് ആയിട്ടുള്ള വശം. കമൻറ്റ് ബോക്സിൽ ചിലർ കമൻ്റായിട്ട് ഇടുന്നു, അപ്പോൾ കുറച്ചും കൂടെ സമയം എടുത്ത് ഇലാബറേറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ ആയിട്ട് മേക്ക് ചെയ്തിരുന്നു. ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ രേണുസുധിയുടെ ഒരു ഇൻ്റർവ്യൂ വരുമ്പോഴത്തേനും ഒരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അതിനകത്തുള്ളൂ. ഒന്നിലധികം ഇൻ്റർവ്യൂ, ഇപ്പം ഇന്നൊരു ഇൻ്റർവ്യൂ ഒന്നും ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം. അതിൻ്റെ പുറകെ ഇപ്പം നമ്മളൊരു വിഷയം ചെയ്തു, അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതിനെതിരെ ഒരാൾ കൗണ്ടർ സംസാരിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാവും. അത് കഴിയുമ്പോൾ അടുത്ത ദിവസം നിങ്ങൾ ഇതിനെതിരെ ഇൻ്റർവ്യൂ കൊടുക്കും. അപ്പോൾ അത് പറയാൻ നമ്മൾ ബാധ്യസ്ഥനാവും. ഇങ്ങനെയാണത് പോകുന്നത്. അല്ലാതെ നിങ്ങളെ എവിടെ കണ്ടാലും പിടിച്ച് റിയാക്ട് ചെയ്യുക എന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബാക്കി കേൾക്കാം. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ചെന്നില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതുലിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെല്ലാം. ഞാനും എൻ്റെ ചേച്ചി നേഴ്സാണ്, അവൾ അവധി എടുത്തിട്ട് ഞങ്ങൾ ചെന്നപ്പം അതിൽ വന്നിട്ടില്ല, അതിൽ വരത്തില്ല എന്ന് വിളിച്ചു പറഞ്ഞു, എന്തോ സംതിങ്. ഞങ്ങളുടെ കേസ്, ഞങ്ങളാണ് പരാതിക്കാർ. ഞങ്ങളവിടെ ചെന്നപ്പം ആ സ്റ്റേഷനിൽ നിന്ന് അതിൽ റിപ്ലൈ തന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംസാരം. അതായത് അതുൽ ബ്ലോഗ്സിനെതിരെ ഇവരൊരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. എന്തൊക്കെ മന്ത്രത്തിലാണോ വെച്ചാൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഈ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അതുൽ ബ്ലോഗ്സ് ഇവരെ അപമാനിച്ചു, അവഹേളിച്ചു എന്നുള്ളതാണ് കംപ്ലൈൻറ്റിൻ്റെ ശരിയായ രൂപം. അപ്പോൾ അതുൽ ബ്ലോഗ്സിനെ പോലീസ് വിളിപ്പിച്ചു. ആ സമയത്ത് അതുൽ ബ്ലോഗ്സ് അവിടെ ഹാജരായി. അതുൽ ബ്ലോഗ്സ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ആ സമയത്ത് രേണുസുധി അവിടെ ഹാജരായില്ല. അതിന് പകരമായിട്ട് രേണുസുധിയുടെ അച്ഛൻ അവിടെ ഹാജരായി. ആയതിനാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണുസുധിയോട് ഹാജരാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരുടെ അച്ഛനാണ് ഹാജരായത്. ഈ കേസ് അടുത്തൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവർ വന്നില്ല, കാരണം ഇവർ ബിസി ആയിരുന്നു, ഇവർക്ക് ഷൂട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അതുൽ ബ്ലോഗ്സിനെ വിളിച്ചപ്പോൾ ഇവർ വന്നു. ഇവരോടൊപ്പം കുറേ മീഡിയാസ് വന്നു, പക്ഷേ അതുൽ ബ്ലോഗ്സ് വന്നില്ല. അതുൽ ബ്ലോഗ്സിന് തിരക്കൊന്നും പാടില്ല എന്നുണ്ടോ? അതുൽ ബ്ലോഗ്സിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അദ്ദേഹം വന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹം വരണമെന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളുണ്ടാവാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം വന്നത്. അല്ലെങ്കിൽ അദ്ദേഹം വരണ്ടാന്ന് തീരുമാനിച്ചിട്ടാണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ നിയമത്തിൻ്റെ വശത്തോടെ പോകേണ്ടതല്ലേ. അപ്പോൾ ഇതിനകത്ത് ബാക്കിയും കൂടെ കേൾക്കാം. ഞങ്ങൾ അതെന്താ അങ്ങനെ പറയുന്നത്, അപ്പം ഇവിടെ ഇത് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് അത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു. ഇതായി ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങൾ അന്നേരം ഇറങ്ങിപ്പോയപ്പോൾ മീഡിയാസ് ഉണ്ടായിരുന്നു. മീഡിയാസിൻ്റെ മുന്നിൽ കാര്യം പറഞ്ഞു. പക്ഷെ അന്നേരം തന്നെ നല്ല കുറേ നേതാക്കന്മാരും നല്ല കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ DYSP സാറ് തോമസ് സാറിൻ്റെ അടുത്തോട്ട് വിളിപ്പിക്കുകയും
കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും കേസായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഓൺലൈൻ മീഡിയയെ ഇവർ വിളിച്ച് വരുത്തിയതാണ് പല സോഴ്സിലൂടെ അറിയാൻ സാധിച്ചത്. അതായത് അതുൽ ബ്ലോഗ്സ് ഇന്ന് വീണ്ടും ഹാജരാവും, അതുൽ ബ്ലോഗ്സിൻ്റെ പബ്ലിക് ഇമേജ് നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ അതുൽ ബ്ലോഗ്സിനെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഓൾറെഡി ഈ ഓൺലൈൻ മീഡിയസിനെ എല്ലാം വിളിച്ചു വരുത്തിയിരുന്നത്. പക്ഷേ ഓടുന്ന ബൗബോവിന് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്ന പോലെ അതുൽ ബ്ലോഗ്സ് മുമ്പേ എറിഞ്ഞു. അതുൽ ബ്ലോഗ്സ് അന്ന് ഹാജരായില്ല. രേണുസുതി പിന്നെ ചിന്തിച്ചത് പാത്രം മാറ്റുക, കരഞ്ഞു, വിക്ടിം കാർഡ്, ഇതാണ് പുള്ളിക്കാരി ചിന്തിച്ച അതിനകത്തെ മറ്റൊരു ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ അതും ലൈറ്റായിട്ട് പാളിപ്പോയി. പിന്നീട് അവർ അവകാശപ്പെടുന്നത് അത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പോട്ടെ, അദ്ദേഹം താങ്കളെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നത്. അങ്ങനൊരു അപമാനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ ഇതാവണം. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു തത്വത്തെ അപമാനിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റണം. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഇത് കള്ള പരാതിയായിട്ട് നിങ്ങളെ പരാതിയെ കാണാൻ പറ്റും. നിങ്ങൾക്കെതിരെ ആക്ഷൻ വരണമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ ഒരു ഇത് കമൻറ്റ് ഇടും. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നടന്നാലും നടന്നില്ലേലും ഞാൻ വേണ്ടപ്പെട്ടവർ എൻ്റെ സുധിച്ചേട്ടനെ അറിയിച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിലായിട്ട് തുടങ്ങിയത്. ഇതിപ്പോൾ സുധിച്ചേട്ടൻ ആ സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ഇപ്പം സുധിച്ചേട്ടൻ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത്? ഞങ്ങൾക്കത് താല്പര്യമില്ല പറയാൻ. ഞങ്ങൾക്കത് താല്പര്യമില്ല പറയാൻ. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു പാസ്റ്റ് സംഭവം ഉണ്ടായിരുന്നു, ഇവരുടെ ജീവിതത്തിൽ ഒരു പാസ്റ്റ് സംഭവം ഉണ്ടായിരുന്നു ഇവർ സമ്മതിച്ചു, ഇവർ അഡ്മിറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാന്ന്. ഇത് ഇവർ തുടക്കം മുതലേ എൻ്റെ ജീവിതത്തിൽ നടന്ന ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിച്ചേനെ. അതിന് പകരം ഇവർ വന്നിട്ട് സംസാരിച്ചത് സുധിച്ചേട്ടനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരേ ഒരു ഭർത്താവ്, എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരേ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞപ്പോഴത്തേനും നിങ്ങൾ അങ്ങനെ അടിച്ച സ്റ്റേറ്റ്മെൻറ്റിനാണ് നിങ്ങളുടെ ഇതിനു മുമ്പത്തെ കല്യാണത്തിന് കൂടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതിനെതിരെ റിയാക്ട് ചെയ്തത്. അപ്പം നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നമാണ്. അതിനുശേഷം പലപ്പോഴായിട്ട് നിങ്ങളോട് ചോദിച്ചു ഇതിനു മുമ്പ് ഒരു ഭർത്താവുണ്ടോ? അപ്പം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഉണ്ടിട്ട് പോയേക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ സംസാരിച്ചത്. ഇവരന്നും എനിക്കത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ പ്രൈവസി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും നിങ്ങൾ പ്രൈവസി ആഗ്രഹിക്കുന്നതിനകത്ത് തലയിടാൻ വരുന്നില്ല. നിങ്ങൾക്ക് ഒരു മുൻ ജീവിതം ഉണ്ടായിരുന്നു, നിങ്ങൾ അതിൽ എതിലേ പോകട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പം നിങ്ങൾ വന്നിരുന്നൊന്ന് പറയുകയും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് കള്ളമാണെന്ന് തെളിയുന്ന പോലെ മറ്റു കാര്യങ്ങൾ വരുമ്പോഴത്തേനും അത് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതാണ്. നിങ്ങൾ തുടക്കത്തിലെ നിങ്ങളുടെ പ്രൈവസി ബ്രീച്ച് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നിങ്ങളപ്പോൾ എൻ്റെ കഴുത്തിൽ ലീഗലി താലി കെട്ടിയ ഒരേ ഒരാൾ സുധിച്ചേട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതിങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ഈ പേര് പറഞ്ഞ ആൾ, ഈ ആരോപിച്ച ആൾക്കും താല്പര്യമില്ല ലൈഫിനെ പറ്റി പറയാൻ. പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത്? ഇവരെന്ത് അല്ല എൻ്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കിട്ട് അതിൽ എന്ത് നേടാനാണ്? പേഴ്സണൽ ലൈഫ് കുത്തിപ്പൊക്കിയിട്ട് അതിൽ നിന്ന് നേടാനോ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒന്ന് റീച്ചൊരു നേട്ടമാണ്, നമുക്കും അതേ നേട്ടമുണ്ട് കേട്ടോ. സാമ്പത്തികം മറ്റൊരു നേട്ടമാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് മറ്റൊരു നേട്ടമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി താങ്കൾ പറഞ്ഞതിലെ ഒരു കള്ളത്തരം പുറത്തു കൊണ്ടുവരുമ്പോൾ അത് കള്ളത്തരമാണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ പുള്ളിക്കാരനൊരു മാനസിക സുഖം ലഭിക്കുന്നുണ്ടാവാം. നമ്മൾ പറഞ്ഞ കള്ളമാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെകഞ്ഞു വകഞ്ഞു മാറ്റി പുള്ളി പറഞ്ഞതാണെന്ന് തോന്നുന്നില്ല. പുള്ളി അങ്ങനെ ചെയ്തിട്ട് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും അങ്ങനെ പേഴ്സണലായിട്ട് വെക്കണമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പുറത്തറിയിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു ശാസ്ത്രത്തോട് ഞാൻ വിശ്വസിക്കുന്നില്ല. പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം. അത് അങ്ങനല്ല. അപ്പോൾ എനിക്ക് പേഴ്സണലില്ല, ഞാനൊരു തുറന്ന പുസ്തകമാണെന്ന് ചിന്തിക്കുന്ന കുറേ എണ്ണമുണ്ട്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാവരും, അവർ മാത്രമല്ല ചുറ്റും കിടക്കുന്ന എല്ലാവരും അനുഭവിക്കും. അതാണ് ഇവരനുഭവിച്ചത്. ഇവരുടെ ചുറ്റും കിടന്ന് ഇവരുടെ അപ്പനും സഹോദരിയും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ബാക്കിയേക്കാം അതിനോട് പറയണം മറ്റുള്ള നിങ്ങൾ. പിന്നെ നെഗറ്റീവ് കമൻസ്, ഇവരൊക്കെ വല്ലോ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ അവക്കൊന്നും ഒന്നും ആവുന്നില്ല, ഒന്ന് മീഡിയയിൽ വരണമെന്നൊക്കെ ഇവർക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും നടക്കുന്നില്ല. വീഡിയോ തുറങ്ങുമ്പോൾ ഇൻസ്റ്റാഗ്രാം തുറങ്ങുമ്പോൾ രേണുസുതി, യൂട്യൂബിൽ രേണുസുതി, ആ കുശുമ്പം കൊണ്ട് കാണിക്കുന്ന ഫ്രസ്ട്രേഷനാണ് ഈ നെഗറ്റീവ് കമൻസ്. ഇതിലൊന്നും പ്രതികരിച്ചിട്ട് കാര്യം, ഒരു മാനസിക രോഗമാണ് ഇത്. അതായത് ഇവരുടെ വീഡിയോസിൻ്റെ താഴെ നെഗറ്റീവ് കമൻസ് വരുന്നത്, ആ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകൾക്ക് അവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാഞ്ഞിട്ടുള്ള വ്യഗ്രതയാണ്, വിഷമമാണെന്നാണ് രേണുസുതി പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുക അല്ലെങ്കിൽ നാലാൾ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ള സാധനം വളരെ എളുപ്പമാണ് എന്ന് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് അടിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട. കഴിവ് വേണ്ടെന്ന് മാത്രമല്ല, വലിയ എഫേർട്ട് ഇടണ്ട. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പേരെടുക്കാനാണ് കഷ്ടപ്പാട്. സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആവാൻ കഷ്ടപ്പെടണമെന്നോ അത് ബുദ്ധിമുട്ടുള്ള സാധനമൊന്നുമല്ല. പണ്ട് അഖിൽ മാരാർ ബിഗ് ബോസിൻ്റെ ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ലുലു മാളിൽ പോയി നിന്ന് തുണി ഒരു ഡാൻസ് കളിച്ചാൽ ശ്രദ്ധിക്കപ്പെടും, ഹിറ്റായി.
മറ്റ് സംഭവങ്ങളൊന്നുമില്ല. അതേസമയം നല്ല രീതിക്ക് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഹിറ്റാവാനാണ് പ്രയാസം. ആ വിഷയം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് റീച്ച് അല്ല, നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമൻസ് ആയിട്ട് മാത്രം കാണാതെ ആ കമൻസിനകത്ത് പറയുന്ന വിഷയങ്ങൾ എന്തെങ്കിലും റിലവൻ്റ് ആണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്താൻ നോക്കൂ. വെറും തെണ്ടി കമൻറ്റുകളല്ല ഉദ്ദേശിക്കുന്നത്. ക്രിറ്റിസിസം വരുന്നതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 32 കൊമ്പെന്നും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാനത്ത് നോക്കി മുകൾ ഒളിപ്പിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് രേണുസുതി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഏതെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.